ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും ജിസയിലും അനുമോളും തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല. പോരിനൊടുവിൽ അനുമോള് ജിസയിലിനെ അടിച്ചില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ ജയിൽ നോമിനേഷൻ നടക്കുകയായിരുന്നു. ജിസയിലിന്റെ ചാൻസ് വന്നപ്പോൾ ജിസയിൽ അനുമോളെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതിന്റെ കാരണം പറഞ്ഞത് ജിസയിലിന്റെ പെട്ടി തുറന്ന് അവളുടെ സാധനങ്ങളൊക്കെ അനുമോള് പരിശോധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അനുമോള് റൊട്ടി മോഷ്ടിച്ചു എന്ന്. അത് കേട്ടതും അനുമോൾ പ്രവോക്ക് ആകുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് ജിസലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, നീ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, അതും ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈയൊന്ന് തട്ടിപ്പോയതാണോ അതോ അടിച്ചതാണോ എന്ന് ശരിക്കും അറിയില്ല. ഏതായാലും ഇത് ജിസയിലിന് കിട്ടിയ ഒരു ചാൻസ് അല്ലേ, അത് ഉയർത്തിപ്പിടിച്ച് വലുതാക്കുന്നുണ്ട് ജിസയിൽ. എന്നെ അടിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അനു മോഷ്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് കൂടെയുള്ളവരും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ജിസയിൽ കള്ളത്തരം പറയുന്നതാണോ ആവോ എന്താണെന്ന് അറിയില്ല. ഏതായാലും റൂൾസൊക്കെ പല പ്രാവശ്യം തെറ്റിച്ച ആളാണ് ഈ ജിസയിൽ. അത് പിറകെ നടന്ന് കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് അനു. അതിന്റെ ദേഷ്യം ജിസയിലിന് നന്നായി അനുവിനോടുണ്ട്. ഏതായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ജിസയിൽ അനുമോൾ കള്ളി എന്ന് വിളിച്ചത് ശരിയല്ല. ഇനി അനുമോൾ കയ്യാങ്കളി കളിച്ചോ, അടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. ഇനി കൈകൊണ്ടൊന്ന് തട്ടിപ്പോയതാണെങ്കിൽ അത് വലിയ കാര്യമാക്കേണ്ടതില്ല. ഏതായാലും ഇനി നമ്മുടെ ലാലേട്ടൻ വന്നു കഴിഞ്ഞ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഏതായാലും പിന്നെ അനുമോൾ കരയുന്നുണ്ട്. ഏതായാലും അനുവിന് എപ്പോഴും കരച്ചിലാണല്ലോ, പെട്ടെന്ന് അനു കരയും. ഏതായാലും നല്ല ഉഗ്രം കരച്ചിൽ തന്നെയാണ് കരയുന്നത്. ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള ചിലർ അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചിലർ അനുമോളെ കുറ്റം പറയുന്നൊക്കെയുണ്ട്. ഇതിൽ അനുമോളെ പുറത്താക്കണമെന്ന് വരെ പറയുന്ന ആളാണ് അപ്പാനി ശരത്ത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അക്ബർ, സരിക, റന, ഫാത്തിമ, ജിസയിൽ. പറയേണ്ടതില്ലല്ലോ, ജിസയിലിന് ഓൾറെഡി അനുമോളെ ഇഷ്ടമല്ല. ഇവരൊക്കെ അനുമോളിന് എതിരാണ്. അപ്പാനിക്ക് അനുമോളോട് ദേഷ്യം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അനുമോള് അനീഷിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷമാണ് അപ്പാനിക്ക് അനുമോളോട് ദേഷ്യം. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പാനിക്ക് അത്ര രസിച്ചില്ല. ഏതായാലും അപ്പാനിക്ക് ഇപ്പോൾ അനുമോളെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്താകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. പിന്നെ ക്യാപ്റ്റനായ ഷാനവാസ് കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഷാനവാസ്. അനുമോളെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിലായാലും തെറ്റി ശരി ഏത് എന്ന് കറക്റ്റായി കാണിക്കുന്ന കാര്യത്തിലുമൊക്കെ ഷാനവാസ് വളരെ സൂപ്പറാണ്. ഏതായാലും ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്താണെന്ന് ലാലേട്ടൻ വരുമ്പോൾ അറിയാം. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.